ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ഡെയിലി ടാസ്ക് വന്നിരിക്കുകയാണ്. അതേ ടാസ്കിൻ്റെ പേരാണ് പണി സംവാദം. അതുപോലെ നല്ലൊരു പണിയുള്ള സംവാദം തന്നെയാണ്. സംവാദം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു ഡിബേറ്റാണ്. പക്ഷേ ഡിബേറ്റ് ഇവിടെ ടീം അംഗങ്ങൾ തമ്മിലാണ്. അതിലും ഒരു ട്വിസ്റ്റ് ഉള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ ബാഡ്ജ് കയ്യിലുള്ള 3 പേരെ ആണ് നമ്മൾ ഈ സംവാദത്തിൽ തോൽപ്പിക്കേണ്ടത്. ഈ 3 പേര്, സ്റ്റാർ ബാഡ്ജ് കയ്യിലുള്ള 3 പേര് ബിഗ് ബോസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടും ബാക്കിയുള്ള ഒരു 3 പേരെ കണ്ടസ്റ്റൻസിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ കണ്ടസ്റ്റൻസ് കൂടി ആലോചിച്ച് തിരഞ്ഞെടുക്കാനായിട്ടാണ് ലിവിങ് റൂമിലെ എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ചിരുത്തി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അനീഷിനെയാണ് ഇതിൻ്റെ മേൽനോട്ടക്കാരനായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അനീഷാണ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ അനീഷിന് ഒരു പുല്ലുവില പോലും കൊടുക്കാത്ത രീതിയിലൊക്കെ പല കണ്ടസ്റ്റൻസും പെരുമാറുന്നുണ്ടെങ്കിൽ പോലും അനീഷ് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ അറിഞ്ഞുകൊണ്ട് 3 പേരെ സെലക്ട് ചെയ്യാൻ പറയുന്നു. അതിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും അവസാനം 3 പേരെ കണ്ടസ്റ്റൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. നെവിൻ, ഒനീൽ, ശാരിക, ഇവർ 3 പേരെയും കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുത്തു. ഇനി ഇവർ മത്സരിക്കേണ്ട ബിഗ് ബോസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആര്യൻ, ജിസേൽ, അതുപോലെ നമ്മുടെ നൂറ ആൻഡ് ആദില, ഇവർ 3 പേരോടാണ് മത്സരിക്കേണ്ടത്. കഠിനമായ ചൂടിനെയൊന്നും വകവെക്കാതെ നമ്മുടെ മത്സരാർത്ഥികളും കാണികളും എല്ലാവരും തന്നെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വന്ന് ഒത്തുകൂടി. അങ്ങനെ മത്സരം അനീഷിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് വന്നത് ജിസയിലും നിവീനുമായിരുന്നു. ആദ്യമേ 2 പേരും ആർഗ്യൂ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇത് കിട്ടിയത് ജിസയിലിനായിരുന്നു. ഫസ്റ്റ് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടിയത് ടോസ് ഇട്ടിട്ട്. ജിസയിൽ വളരെ പ്രിസൈസായിട്ട് വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഞാൻ ടാസ്ക് ഒക്കെ ചെയ്തു, എൻ്റെ ശരീരത്തെ വൂണ്ടൊക്കെ നോക്കൂ, ഞാൻ ഒരുപാട് 100% കൊടുത്തതാണ്, അതുകൊണ്ട് ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നു, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. സമയം ഒരുപാട് മിച്ചം ഉണ്ടായിട്ട് പോലും എല്ലാവരും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വളരെ പ്രിസൈസായിട്ട് ചെറുതായിട്ടേ പറയുന്നുള്ളൂ, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിവീൻ്റെ അവസരം വന്നപ്പോൾ നിവിയിൽ അടിച്ച് കയറുകയാണ് ചെയ്തത്. കണ്ടസ്റ്റൻസ് എല്ലാവരും കൈകൊട്ടുന്നുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് താനത് അർഹിക്കുന്നതെന്നും അതിനുവേണ്ടി താൻ സാക്രിഫൈസ് ചെയ്തത് എന്തൊക്കെയാണെന്നും, ഒരു കള്ളൻ എന്ന പേര് കിട്ടി, അതുകൂടാതെ ഒരുപാട് പരിശ്രമിച്ചു, പിന്നെ എനിക്കും നടക്കണം, എൻ്റെ കോൺഫിഡൻസിനെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്തുകൊണ്ട് അതിനു വേണ്ടി വാദിച്ചു. ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥി ആരാണെന്ന് നോക്കാം. ഹൗസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഷാരികയും ബിഗ് ബോസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നൂറയും ആദിലയുമാണ് ഹോട്ട് സീറ്റിലേക്ക് അടുത്തതായി വന്നത്. നല്ല അടിപൊളി പോരാട്ടമൊക്കെ ആയിരുന്നു. നമ്മുടെ ഷാരിക കൊരം വാദിച്ചു, ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് ഡിസർവിങ് ആണ്, കാരണം ഞാൻ ആണ് ഒരുങ്ങി നടക്കേണ്ടത്, അവർ ആക്റ്റീവ് അല്ല, അപ്പോൾ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഫുൾ ടൈമറാണ്, 24/7 ഞാൻ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഞാനാണ് ഒരുങ്ങി നടക്കേണ്ടത്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ കൊണ്ടുവന്ന വസ്ത്രങ്ങളൊക്കെ എനിക്കാണ് വേണ്ടത്. പക്ഷേ നൂറയും ആദിലയും അവരെ നന്നായിട്ട് തന്നെ എതിർത്തു. പറഞ്ഞു, ഞങ്ങൾ 2ആയിട്ടല്ല വന്നത്, ഞങ്ങൾ ഒന്നായിട്ടാണ്, ഞങ്ങൾ ഇവിടെ ബിഗ് ബോസ് ഒന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഞങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടും മാക്സിമം എല്ലാ ടാസ്കിലും നന്നായിട്ട് പങ്കെടുത്ത് തന്നെയാണ് ഞങ്ങളിത് നേടിയത്, അല്ലാണ്ട് ഞങ്ങൾ ഒരുങ്ങി നടക്കുകയല്ല എന്നുള്ളത്. അങ്ങനെ ആ ഒരു വാദം ആ ഒരു രീതിയിൽ തന്നെ ഒരു എന്നെ സംബന്ധിച്ച് പറയുവാനാണെങ്കിൽ ഒരു ഈക്വൽ എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു വാദം പോയത്. അടുത്തതായി ലാസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ വന്നത് ഒനീലും അതുപോലെ നമ്മുടെ ആര്യനുമായിരുന്നു. ഒനീലും ആര്യനും ആദ്യമേ തന്നെ തർക്കിച്ചു. ഫസ്റ്റ് ഒനീലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒനീൽ ആര്യനെ കൂട്ടത്തിൽ നിർത്താൻ കൊള്ളത്തില്ല, കാരണം ടീമിനെ ചതിച്ചു, കാരണം അക്ബറിൻ്റെ ആ ഒരു ഇഷ്യൂ ഒക്കെ എടുത്തിട്ടിട്ട് കൂടുതൽ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആര്യൻ വിട്ടുകൊടുത്തില്ല. ആര്യൻ ബാൻഡ് എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു, കാരണം വന്നന്ന് മുതൽ ഞാൻ എഫേർട്ട് ഇട്ട് എല്ലാവരും എന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഞാനൊരു നല്ല പ്ലെയർ ആയതുകൊണ്ടാണ്. ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ആണ് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഇൻസിഡൻറ്റ് അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലാണ്ട് ഞാൻ ആരെയും ഒരു എലിമിനേഷൻ റൗണ്ടിലേക്ക് അങ്ങ് തള്ളി വിട്ട് നോമിനേറ്റ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്തത്, അതൊരു സാഹചര്യമാണ് എന്ന രീതിയിൽ അവർ 2 കൂട്ടരും തമ്മിൽ തർക്കിച്ചു. അതൊരു എന്താ പറയുക, അതും ഒരു പൊടിക്കൽ ആര്യൻ തന്നെയാണ് മുന്നിൽ നിന്നതായിട്ട് തോന്നിയത്. കാരണം നമുക്കറിയാം ഒനിയിൽ വന്നത് മുതൽ കിച്ചൺ ഏരിയയിൽ തന്നെയാണ് കൂടുതൽ നിന്നുകൊണ്ടിരുന്നത്. അത് അങ്ങേര് നല്ല ഒരു വെടിപ്പായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം 20 പേർക്ക് വെച്ചുണ്ടാക്കിയ കഥകളെല്ലാം ഒനിയിൽ ഈ ഒരു സംവാദത്തിൻ്റെ ഇടയ്ക്ക് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. കാരണം വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ട് ഞാൻ ഇത്രയും പേരെ ഊട്ടുന്നുണ്ട്, അപ്പോൾ ഇതെനിക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നീട് എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് ധരിക്കാൻ അണ്ടർ ഗാർമെൻറ്റ്സ് പോലും ഇല്ല, വളരെ കുറച്ച് മാത്രമാണ് എനിക്കുള്ളത്, അപ്പോൾ അതുകൊണ്ട് എന്നെ പരിഗണിക്കണമെന്ന രീതിയിലൊക്കെ ഒനിയിൽ എടുത്ത് പറയുന്നു. പക്ഷേ ആര്യൻ അതിനെയൊക്കെ എതിർത്ത്
കുറിച്ചാണ് സംസാരിക്കുന്നത്. സംവാദം കഴിഞ്ഞപ്പോൾ തന്നെ പണി സംവാദത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നു. എന്നിട്ട് അവരോട് ഡിസ്കസ് ചെയ്ത് വിജയെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഫസ്റ്റ് സംവാദത്തിൻ്റെ ഒരു വിന്നർ എന്ന രീതിയിൽ നിവിലിനെയും സെക്കൻഡ് സംവാദത്തിൻ്റെ വിന്നർ എന്ന രീതിയിൽ ആദില നൂറയും തേർഡ് സംവാദത്തിൻ്റെ വിന്നർ എന്ന രീതിയിൽ നമ്മുടെ ആര്യനെയുമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന് എതിരെ കുറച്ച് ഒരു വാക്ക് തർക്കമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് ആരും പരിഗണിക്കുന്നില്ല. അവരെ 3 പേരെയും വിന്നറായിട്ട് തന്നെ എടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ബിഗ് ബോസ് ആഡ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ മേക്കപ്പ് റൂമിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോകുന്നു. അങ്ങനെ പല മോഷണങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അനീഷിന് ഒരു സ്കെയിലൊക്കെ കൊടുത്തിട്ട് അനീഷിനോട് അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുവാണ്. അനീഷ് എല്ലാവരെയും നിർത്തി ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ പേര് അനീഷിനോട് തർക്കുത്തരമൊക്കെ പറഞ്ഞ് മാറുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അങ്ങനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അനീഷ് 1-2 പേരെ സെലക്ട് ചെയ്തു. അതിൽ നമ്മുടെ ഷാനവാസ് ഉണ്ട്, നൂറ ഫാത്തിമയുണ്ട്, അങ്ങനെ കുറച്ച് പേര് അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ അനുമോളുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞില്ല. ബിഗ് ബോസ് പറഞ്ഞാൽ ഓക്കെ, ഇന്ന് ഇത്രത്തേക്ക് മോർണിംഗ് ടാസ്കിൻ്റെ ഒരു ഭാഗമായി ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കിയുള്ള പണി ഞാൻ പുറകെ തരാമെന്നുള്ള രീതിയിൽ. എന്നിട്ട് പറഞ്ഞു ഈ വിജയികളിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ഡെയിലി ടാസ്കിൻ്റെ ആ വിജയിൽ ജിസേലിന് മാത്രമാണ് ആ കൂട്ടത്തിൽ നിന്ന് തോൽവി സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ ജിസേലിൻ്റെ പെട്ടി പൂട്ടി തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ ജിസേൽ എനിക്ക് മലയാളം അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊക്കെ രീതിയിൽ വാദിക്കുന്നുണ്ട്. പക്ഷേ ആ വാദമൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ജിസേലിൻ്റെ പെട്ടി പൂട്ടി റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇത്രയും നേരം ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.